ഞാനും എൻ്റെ കസിനും പാടെ ചുമ്മാ ഇരിക്കല്ലേ, ഒന്ന് കോഴിക്കോട് ബീച്ച് വരെ പോയിട്ട് വരാൻ വിചാരിച്ചു പോയപ്പോൾ അതേ ബീച്ചിൽ വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ചു കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവള് വിട്ടുകൊടുക്കൂല. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റെയാണ്. വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാർദ്ദം. മുത്തച്ചിട്ടി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം ഒന്നിൻ കാണിക്കുന്ന അടിമൂടി പൂത്തുരുങ്ങും ചന്തം നീളുങ്ങണ മിന്നൽ കൊടിയാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെ പിടിച്ചുട്ടിക്കാളിലകി വരുന്നത് പോലെ മരവിച്ച് തുടക്കും നെഞ്ചിൽ കഥകി മുട്ടി വിളിച്ചതുപോലെ ഭയമിത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ വാക്കിലും നാല് ദിക്കിലും ഇറങ്ങുവേ ഒരു നാൾ തുടങ്ങി രാജ്യത്തിൽ ഒരു ശകലഭൂമിനി പതറത്തിലൊരു ചുവട്ടിലെത്തി വാർത്തക്കെട്ടുമ്പോ ചായയുടത്തിട്ട് സമ്മാനം തൊടുവയ്ക്കും ഞാൻ അല്ലേ പുലർമഞ്ഞ് പൊഴിയുന്ന പലവട്ടം കാത്തു നിന്നു ഞാൻ ഒരു വാക്കും വേണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും വേണ്ടാതെ നീ ഗുണമില്ലെന്റെ ചെമ്മൊഴിയും പത്തിൽ പത്താണെന്ന് ഞാനും മൊഴിയും തകരില്ല തകരില്ല ഇന്നീ വഴിയിൽ പതറുകില്ല. ഒരു
അങ്ങനെ നല്ല അടിപൊളി ഷാൻ റഹ്മാന്റെ കോൺസേർട്ട് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ പോകാനുള്ള പുറപ്പാടിലായിരുന്നു. അങ്ങനെ ഓട്ടം അന്വേഷിച്ച് ഞങ്ങൾ ലാസ്റ്റ് നടന്ന് മാനാഞ്ചിറ എത്തി. അങ്ങനെ എങ്ങനെയോ മാനാഞ്ചിറയിൽ നിന്ന് ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചായവാലയിൽ പോയി. അങ്ങനെ ലാസ്റ്റ് വീട്ടിലേക്ക് തിരിച്ചു. അപ്പത്തേ ഉള്ളൂ. ബൈ.